അപ്പോൾ കമോൺ, നമുക്കൊരു ക്രീമി ചിക്കൻ മാക്രോണി ഉണ്ടാക്കാം. ഈ മാക്രോണി മാഗിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് വർഷങ്ങളായി. ഈ ചോറും കൂട്ടാനൊക്കെ കാട്ടിലും എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് ഈ ഒരു ടൈപ്പ് സാധനമാണ്. 3 നേരം ഇത് തന്നെ തന്നാൽ കഴിച്ചോളും. അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് ഗുണ്ടുമണിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. വെൽ, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്കിന്നൊരു എൻ്റെ രീതിയിലുള്ളൊരു ചിക്കൻ ചീസി മാക്രോണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ് നമ്മളിപ്പം തൽക്കാലം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൊക്കോളിയൊക്കെ യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു പച്ചക്കറിയുടെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് അധികം എടുക്കുക. നമ്മളെപ്പോഴും മാഗി ചെയ്യുന്ന പോലെയല്ല, നൂഡിൽസ് ഒന്നും ചെയ്യുന്ന പോലെയല്ല. ഈ മാക്രോണിക്ക് കുറച്ച് ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ അതിനൊരു പ്ലെയിൻ ടേസ്റ്റ് ഫീൽ ചെയ്യാതെ നല്ല ഗ്രേവിയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യും. അല്ല, ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെടിക്കുന്ന പോലെ നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്രീമി ആയിട്ട് കുറച്ച് ഗ്രേവി ഒക്കെ മസാലയൊക്കെ കൂടുതലുള്ള ടൈപ്പാണ് എനിക്കിഷ്ടം. അങ്ങനെ അല്ലാത്തവർക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. ഞാൻ നോർമലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ റെഗുലർലി കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്ത് വെക്കുമോ എന്ന് എല്ലാവരും ആലോചിക്കും. ഞാൻ അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്പെഷ്യലായിട്ട് ബിരിയാണി, മാക്രോണി എന്ത് സംഭവം ഉണ്ടാക്കിയാലും സ്പെഷ്യലായിട്ട് ഇപ്പം പനീർ ബട്ടർ മസാല ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കയറുമല്ലോ, ബിരിയാണി ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ റെഗുലറായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യലും പിടിക്കലും എടുക്കലും ഒക്കെ ആകുമ്പോൾ അന്നേരം ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പം പറ്റുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യും, ഒരു റിലാക്സേഷനാണ്. അപ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. എല്ലാം ഇങ്ങനെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുക്കറി ഷോയിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുന്നൊരു ഫീലിങ്ങും വൈബും ഒക്കെ കിട്ടും. അപ്പോൾ കഥ അവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം. നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കരുത്, പട്ട ഇട്ടാലും മതി. സൺഫ്ലവർ ഓയിൽ മാക്സിമം ഒഴിവാക്കുക, നമ്മളിപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഒലീവ് ഓയിൽ ഒഴിച്ചത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ബാക്കി കുറച്ച് നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് പിന്നെ നമ്മൾ സവാള ആഡ് ചെയ്തു, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്തു. ഇനി ഇത് നല്ലോണം ഒന്ന് കുക്കാവണം. നല്ലോണം ഒന്ന് കുക്കാവാൻ വേണ്ടി കുറച്ച് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തുറന്നിട്ട് ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യും. ജസ്റ്റ് ഇതൊന്ന് വാടി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യും. ചിക്കൻ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചിക്കൻ്റെ കൂടെ ഇട്ട ഉടനെ തന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കും, ചിക്കൻ്റെ ഉള്ളിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ചിക്കൻ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന വൈറ്റ് സോസ് എല്ലാവരും റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ബട്ടറിനകത്ത് മൈദ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പാൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വൈറ്റ് സോസ് ഇല്ലേ. പിന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്തിട്ടുണ്ട്. ഗാർലിക്കാണ് ഫസ്റ്റ് ബട്ടറിലിടുന്നത്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ആ ഒരു സോസാണ്, വൈറ്റ് സോസാണ് ഇതിനകത്തൊരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പച്ചക്കറി എല്ലാം ഇട്ടു, ചിക്കൻ ഇട്ടു, ഇങ്ങനെ വഴറ്റി അതിനകത്ത് ഉപ്പിട്ടു. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്യാരറ്റും ഒക്കെ അധികം ഇട്ടാൽ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ഈ ക്യാരറ്റൊന്നും തിരിഞ്ഞ് ഇതിനകത്ത് നിന്ന്, ഇവിടുത്തെ കൊച്ചുങ്ങൾ ഇങ്ങനെ ഇതിനകത്തുനിന്ന് ക്യാരറ്റ് എടുത്ത് കളയാൻ നിൽക്കത്തില്ല, കഴിക്കും. പിന്നെ അവർക്ക് ക്യാരറ്റൊക്കെ പൊതുവെ ഇഷ്ടമാണ്. ക്യാപ്സിക്കം മോന് അത്ര ഇഷ്ടമല്ല, എങ്കിലും മോൾക്ക് ഇഷ്ടമാണ്, കഴിക്കും. അപ്പോൾ കുറച്ചധികം ക്യാരറ്റൊക്കെ ഇടുവാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു മസാലയ്ക്കകത്തോട്ട് നമ്മൾ അതിനകത്ത് പൊടികളിടണമല്ലോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയാണ് മെയിനായിട്ട് ഇടുന്നത്. കുറച്ച് എരിവുള്ള പിരിയൻ മുളകിൻ്റെ പൊടി, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാ പിരിയൻ മുളകിൻ്റെ പൊടി. പ്ലസ് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ആഡ് ചെയ്യും. അപ്പോൾ ഈ പച്ചമുളക് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാലും വലിയ എരിവൊന്നും വരത്തില്ല. പിന്നെ ഈ ഓൾറെഡി ഈ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തില്ലെങ്കിൽ കുറച്ചിങ്ങനെ ഓവർ സ്വീറ്റ്നെസ് തോന്നിക്കും. ക്യാരറ്റൊക്കെ ഒരുപാട് ആഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ കുറച്ച് സ്വീറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, എരിവൊന്നും കൂടുതലില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വീണ്ടും പറഞ്ഞിരുന്ന കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടിട്ട് അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വൈറ്റ് സോസ് ഒഴിക്കും. വൈറ്റ് സോസ് ഒഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മാക്രോണി ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ വേണം. നമുക്ക് ഏതൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ നിന്നാലും നമ്മൾ കുറച്ച് ധൃതി പിടിക്കാതെ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനകത്തോട്ട് ഇപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ആണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് സോസിൻ്റെ കൂടെ നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഓവർ റിച്ച് ആക്കണ്ട, ഇപ്പം തന്നെ തടി കൂടുതലാണെന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വൈറ്റ് സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് സോസ് ഒന്ന് മിക്സ് ആയി അതിനായിട്ട് ഫുള്ളൊന്ന് ചേർന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് മാക്രോണി ആഡ് ചെയ്യും. എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത വലിയ ശീലമൊന്നുമില്ല, നമ്മളിങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞുള്ള ശീലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത്. നിങ്ങൾ ക്ഷമിക്കുക.
അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മാക്രോണി ആഡ് ചെയ്യുന്നു. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം. അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഗാർണിഷിങ് പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ അവസാനം കുറച്ച് മല്ലിയില വീണ്ടും ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും, ഞാനും ഉമ്മ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് നമുക്ക് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ ഉമ്മയൊക്കെ തരും. എൻ്റെ മോനാണ്. അവന് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കഴിക്കാൻ നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പം ഫസ്റ്റ് ബൈറ്റ് എടുത്തതിന് ശേഷം തന്നെ ഭയങ്കര അഭിപ്രായം പറച്ചിലൊക്കെയാണ്, സൂപ്പറായിരുന്നു അല്ലെങ്കിൽ ഉമ്മയൊക്കെ തരും. അപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ അതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോറടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അന്നേരം എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ.